നമസ്കാരം. ശനിദോഷം ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം മോശമായി ബാധിക്കുന്നതാണ് പതിവ്. പലപ്പോഴും കർമ്മത്തിനനുസരിച്ച് ഫലം നൽകുന്നതിനാൽ നമ്മുടെ കർമ്മത്തെയും ഇത് സ്വാധീനിക്കുന്നു. എന്നാൽ ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് 2025 അവരുടെ ശനിദോഷത്തിന് അവസാനമാകുകയാണ്. അതിൻ്റെ ഫലമായി ചില നക്ഷത്രക്കാരുടെ ജീവിതം തന്നെ മാറിമറിയും. ശനിദോഷത്തിൻ്റെ ഫലങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല. ജീവിതം തകിടം മറിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്താം. വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്ന് വേണ്ട പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകാം. എന്നാൽ 2025 ഗ്രഹങ്ങളുടെ മാറ്റം നിമിത്തം ശനിദോഷം അവസാനിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം പൂയ നക്ഷത്രമാണ്. പൂയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനിയുടെ ദോഷഫലങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ്. മാത്രമല്ല ഇവരെ എപ്പോഴും എല്ലാ ദോഷങ്ങളിൽ നിന്നും ശനി തന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ഊർജ്ജം ദോഷങ്ങളെപ്പോലും ഗുണങ്ങളാക്കി മാറ്റും. സമൃദ്ധിയും ഐശ്വര്യവും ഇവരുടെ ജീവിതത്തിൽ നിറയുകയും ചെയ്യുന്നു എന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തെ ഭരിക്കുന്നത് ചന്ദ്രനാണ്. ഇവർക്കും ശനിയുടെ ദോഷഫലങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നത്തെയും ഇനി വളരെ നിസ്സാരമായി ഇല്ലാതാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കും. 2025 തിരുവോണ നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ശനി നൽകുകയും ചെയ്യും. സന്തോഷകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ശനി പ്രദാനം ചെയ്യും. അനുഗ്രഹാശിസ്സുകളോടെ മുന്നോട്ട് പോകുന്നതിന് ഇവർക്ക് സാധിക്കുന്നതാണ്. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ശനിയുടെ ദോഷഫലങ്ങൾക്ക് അവസാനം കുറിക്കുന്ന വർഷമാണ് 2025. ഇവരിൽ വിജയവും സൗഹൃദവും ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല അനിഴം നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതം മികച്ചതായി മാറുന്ന സമയമാണ് വരാൻ പോകും. ശനിദോഷത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും അവസാനിക്കുകയാണ്. കൂടാതെ ഇവരിൽ ഐശ്വര്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുകയും ചെയ്യുന്നു. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രത്തെ ഭരിക്കുന്നത് കേതുവാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നൽകുന്നത് വഴി ശനിയുടെ ദോഷഫലങ്ങൾ ഇല്ലാതാവും. മാത്രമല്ല നേതൃത്വബോധവും അധികാരബോധവും ഇവർക്കുണ്ടാവുകയും ചെയ്യുന്നു. ശനിദോഷത്തിൻ്റെ സ്വാധീനം ഇവരിൽ ചെലുത്തുന്ന എല്ലാ ദോഷങ്ങൾക്കും വിപരീത ഫലം നൽകുന്ന സമയം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട. പുതിയ വർഷം ഇവരുടെ ശനിദോഷത്തിനെല്ലാം അറുതി കുറിക്കുന്ന ഒരു വർഷം കൂടിയാണ് എന്നതാണ് സത്യം. അടുത്തത് രേവതി നക്ഷത്രമാണ്. ഇവരെ ഭരിക്കുന്നത് ബുധനാണ്. രേവതി നക്ഷത്രക്കാർക്കും ശനിയുടെ ദോഷഫലങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. ഈ സമയം ഓരോ നക്ഷത്രക്കാർക്കും അഭിവൃദ്ധി, ജ്ഞാനം, ആത്മീയ വളർച്ച എന്നിവയെല്ലാം ഉണ്ടാകുന്നു. മാത്രമല്ല ഇവരുടെ ജീവിതം സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് സാമ്പത്തികവും തൊഴിൽ സംബന്ധമായതുമായ വിഷയങ്ങളിൽ നേട്ടങ്ങളും ഇവരെ തേടിയെത്തും. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് 2025 ശനിദോഷം പൂർണ്ണമായും വിട്ടൊഴിയുന്നതാണ്. നിങ്ങൾ ശനി ബാധിച്ചാൽ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതാണ്. ശനിയെ ആരാധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. മാത്രമല്ല ശനിദേവന് പ്രാർത്ഥനകളും വഴിപാടുകളും നടത്തി അനുഗ്രഹം തേടണം. അതോടൊപ്പം തന്നെ ശനിയാഴ്ച വ്രതമെടുക്കുന്നത് ഉത്തമമാണ്. പ്രത്യേകിച്ചും ശനിദശാകാലങ്ങളിൽ വ്രതമെടുക്കുന്നത് ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെ അറുതി വരുത്താൻ സഹായിക്കും. ശാസ്താവിന് നീരാഞ്ജന വഴിപാട് നടത്തുന്നത് ശനിദോഷം ഒഴിയാൻ ഉത്തമമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിദേവന് കറുത്ത വസ്ത്രം, എള്ള്, ഉഴുന്ന്, എള്ളെണ്ണ എന്നിവ വഴിപാടായി നൽകുന്നതും കറുത്ത വസ്ത്രം ധരിക്കുന്നതും ദാനം ചെയ്യുന്നതും ശനിദോഷം അകലാൻ നല്ലതാണ്. ശനിയാഴ്ച അയ്യപ്പ മന്ത്രവും ശനിസ്തോത്രവും ജപിക്കുന്നതും ഉത്തമമാണ്. ഇവ രണ്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ജപിക്കുക. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമസ്കാരം.